കലോത്സവ നഗരിയിൽ നിന്നുള്ള നമ്മുടെ രണ്ടാമത്തെ ദിവസം ഒരിക്കൽ കൂടി നല്ലവരായ കലാപ്രേമികൾ, നല്ലവരെന്നല്ല എല്ലാ കലാപ്രേമികളെയും തൃശ്ശൂരിന്റെയും മണ്ണിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഒരു മനോഹരമായ പ്രഭാതം, ശാന്തമായ പ്രഭാതം. ഇത് ഇപ്പോൾ മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിയാൻ ഇടം ഉണ്ടാവില്ല എന്നുള്ളതാണ്. വെയിൽ കടുക്കുമ്പോൾ നമ്മൾ കരുതും ആളുകളൊക്കെ ഒന്ന് കുറയുന്നു. പക്ഷെ ഇന്നലെ കണ്ടല്ലോ, തൃശ്ശൂരാര് ഞെട്ടിച്ചു കളഞ്ഞു അക്ഷരാർത്ഥം. ചൂടും പൊടിയും ഒന്നും ആളുകൾക്ക് ഒരു പ്രശ്നമല്ലെന്നേ. ഇതൊരു കൊല്ലം കൂടുമ്പോൾ വരുന്ന ഒരു ഉത്സവമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമാണെന്ന ബോധ്യം ആളുകൾക്കുണ്ട്. അങ്ങ് വരുന്നു, ഒഴുകുന്നു, ആ ഒഴുക്കിൽ അങ്ങ് ഈ സൂര്യകാന്തിയിലൊക്കെ കാണണമായിരുന്നു. കാരണം ഇന്നലെ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞ ശേഷം നടന്ന പരിപാടികളൊക്കെ വൻ ആളുകളുടെ ഒരു പങ്കാളിത്തത്തോടു കൂടെ തന്നെയാണ് നടന്നത്. അവസാനം വേദിയിലൊന്നും ഇടമില്ലാഞ്ഞിട്ട് ആളുകൾ പുറത്തു നിന്നൊക്കെ കാണുന്ന ഒരു കാഴ്ച കൂടെ കണ്ടിരുന്നു. അപ്പൊ അതൊക്കെ തൃശ്ശൂരുകാർക്ക് അഭിമാനിക്കാവുന്നതാണ്. കാരണം തൃശ്ശൂർ കേരളത്തിന്റെ സാംസ്കാരിക നഗരത്തിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? തലസ്ഥാന നഗരിയിലേക്ക് കലാപൂരം എത്തുമ്പോൾ സ്വാഭാവികമായും അതിങ്ങനെ ഒരു ഒഴുക്കായി മാറണം എന്നുള്ളത് നമ്മൾ നേരത്തെ ആഗ്രഹിച്ചതാണ്. മാത്രമല്ല ഇന്നലെ ഉണ്ടായ മത്സരങ്ങൾ നോക്കൂ, സംഘനൃത്തം, മോഹിനിയാട്ടം, അങ്ങനെ ജനപ്രിയ ഐറ്റങ്ങളെല്ലാം ആദ്യ ദിവസം തന്നെ വേദിയിലെത്തിയിരുന്നു. ഇനിയിപ്പോൾ കുറെ കൂടി ജനപ്രിയ ഐറ്റങ്ങൾ ഇന്ന് വേദിയിലെത്താൻ പോകുന്നു. പ്രത്യേകിച്ചും നാടോടി നൃത്തവും നാടകം നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നതാണ്. ഓരോ നാടകവേദിയിൽ നിന്നും ഒരു പുതിയ എന്ന് വെച്ചാൽ പുതിയ കാലത്തേക്കുള്ള ഒരു പ്രതിഭയെ നമ്മൾ നാടകത്തിലെ വിഷയങ്ങൾ കൂടെ ആലോചിക്കും. വളരെ സമകാലിക പ്രസക്തിയുള്ള നമ്മളൊക്കെ നോക്കി നിൽക്കുന്ന ചില വിഷയങ്ങൾ കൂടെ അതിനകത്തുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അത്തരം വിഷയങ്ങൾ കൂടെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ, എന്തൊക്കെ സംഭവിക്കുന്നു, എവിടെയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇന്ന് നടരാജും അപ്പൊ തന്നെ ലിഡിയ ജേക്കബുമാണ് ഇന്ന് കലോത്സവ നഗരിയിലെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് ഒപ്പിയെടുക്കാനായി വന്നിരിക്കുന്നത്. രാവിലെ തന്നെ എന്തൊക്കെ സംഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം അല്ലെ? നോക്കാം. ശരി, നടരാജും ഒപ്പം ലിഡിയയും നമ്മുടെ പ്രധാന വേദിയായ സൂര്യകാന്തിക്ക് മുന്നിൽ അങ്ങ് പുഷ്പിച്ചു നിൽപ്പുണ്ട് നിൽക്കുന്നുണ്ടോ? അപ്പോ ഗുഡ് മോർണിംഗ് നടരാജ് ആൻഡ് ലിഡിയ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്, അപ്പോ സൂര്യകാന്തിക്ക് മുന്നിൽ ഇപ്പോൾ ഒരു ശാന്തത കാണുന്നുണ്ട്. കൊടുങ്കാറ്റിന് മുന്നേയുള്ള ഒരു ശാന്തത മാത്രമാണ്. അപ്പൊ ഇന്നലെ ഒന്നാമത്തെ വേദിയിൽ സംഘനൃത്തവും മോഹിനിയാട്ടവും വലിയ ആൾക്കൂട്ടം, വലിയ നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് ആ രണ്ട് കലാരൂപങ്ങളും ഇന്നലെ നടന്നത്. എത്ര മണിയായി കാണും അവിടെ അവസാനത്തെ പാർട്ടിസിപ്പന്റും തങ്ങളുടെ ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എത്ര സമയമായിട്ടുണ്ട്? ഇന്നിപ്പോൾ ഏതൊക്കെ ഐറ്റങ്ങളാണ് പ്രധാന വേദിയിൽ എത്തുന്നത്? ഇന്ന് എന്തൊക്കെയാണ് തൃശ്ശൂർ കാണാൻ പോകുന്നത്? വലിയ ആവേശത്തോടു കൂടിയാണ് തൃശ്ശൂർ ഈ പറയുന്ന കലോത്സവ മേളയെ നെഞ്ചേറ്റിരിക്കുന്നത് എന്ന് ആദ്യ ദിനം തന്നെ വ്യക്തമായി കഴിഞ്ഞു. എല്ലാ വേദികളിലും നിറഞ്ഞ കയ്യടികളും കണ്ണ് നിറഞ്ഞിരിക്കുന്ന ആസ്വാദകരെയും നമ്മൾ കണ്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രധാന വേദിയിൽ മോഹിനിയാട്ട മത്സരം നടക്കുമ്പോൾ ഞാൻ കവർ ചെയ്യാൻ വന്നതാണ്. പല ആളുകളുമായി സംസാരിച്ചു. അതിൽ മോഹിനിയാട്ടം പെർഫോമൻസ് കണ്ട് കണ്ണ് നിറഞ്ഞ, അതായത് വളരെ നിലവാരമുള്ള മത്സരമാണെന്ന് അഭിപ്രായപ്പെട്ട ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ചാക്യാർകൂത്ത് വേദിയിൽ നമ്മൾ പോയിരുന്നു, തുള്ളൽ വേദിയിൽ പോയിരുന്നു. ഇവിടെ തന്നെ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു വലിയൊരു കലാസംഘത്തെയാണ് നമ്മൾ കണ്ടത്. അതുപോരാതെ മറ്റ് ആദിവാസി ഗോത്ര കലകൾ സംബന്ധിച്ച സ്ഥലങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പെർഫോമൻസുകൾ നടന്ന പല സ്ഥലങ്ങളിലും നമ്മൾ പോയിരുന്നു, തുള്ളൽ ഉൾപ്പെടെ. അവിടെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നിലവാരം കുട്ടികൾ പെർഫോമൻസ് പുലർത്തുന്നത് കണ്ടിരുന്നു. ഇന്ന് അതിലും വലിയ സർപ്രൈസുകളാണ് വേദിയിലുള്ളത്. എന്തൊക്കെയാണ് ഇന്നത്തെ മത്സരം എന്നുള്ളത് നമുക്ക് ലിഡിയോട് ചോദിക്കാം. ലിഡി എന്നോടൊപ്പമുണ്ട്. നാടകം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ്. അതിനുവേണ്ടി സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ കാണാൻ വരും. അവർ മണിക്കൂറുകളോളം കാത്തിരിക്കും. എൻ്റെ ഒരു മൈൻഡിൽ ഇന്ന് നാടകത്തിന് വലിയ തിരക്കുണ്ടാവുന്നതാണ്. മറ്റെന്തൊക്കെ മത്സരങ്ങളാണെന്ന് തീർച്ചയായും നടരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾ കാത്തിരിക്കുന്ന ഒരു ഇവന്റ് എന്ന് പറയുന്നത് ഒന്ന് നാടകം, പിന്നെ ഇന്നലെ കഴിഞ്ഞ സംഘനൃത്തം പോലെയുള്ള ഐറ്റങ്ങളാണ്. സംഘനൃത്തം എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ കണ്ടു, വലിയ ജനത്തിരക്കാരും ഇന്നലെ സംഘനൃത്തത്തിനുണ്ടായിരുന്നു. രാത്രി വരെ ആളുകൾ കാത്തു നിന്ന് സംഘനൃത്തം കാണുന്നത് കണ്ടു. അതുപോലെ തന്നെയായിരിക്കും നാടകത്തിനും എന്നുള്ളത് ഉറപ്പാണ് നടരാജ്. തീർച്ചയായും ഈ നാടകം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വലിയ വലിയ ആവേശമാണ്. പ്രത്യേകിച്ച് എല്ലാ ജില്ലകളിൽ നിന്നും വലിയ പണമൊക്കെ മുടക്കി കൊണ്ടുവരുന്ന ഒരു ഐറ്റം കൂടിയാണ്. അത്തരത്തിൽ ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം നീളുന്ന ഈ നാടകം അത് കാണാൻ നിരവധി ആളുകൾ എത്തുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറയുന്നത് അത് നാടകമാണ്. നാടകം മാത്രമല്ല, അതുപോലെ തന്നെ ജനപ്രിയ ഐറ്റങ്ങൾ ഇന്ന് മറ്റ് പലതുമുണ്ട്. ഒന്ന് സംഘനൃത്തം ഉണ്ട്, അതുപോലെ തന്നെ മാർഗംകളിയുണ്ട്, തിരുവാതിരയുണ്ട്, ഒപ്പനയുണ്ട്. ഒപ്പന അതെ, ജനപ്രിയ ഐറ്റങ്ങളാണ്, എല്ലാ കളർഫുൾ ഐറ്റങ്ങളാണ് ഇന്ന്. സെലക്ട് ചെയ്യാൻ കാഴ്ചക്കാർ ബുദ്ധിമുട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്.
ലിഡിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഇന്ന് ഞാൻ കവർ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് അത് എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ് കേട്ടോ. അത് എന്റെ നാട്ടിൽ നിന്ന് ഒരു കലയുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു 2-3 വർഷമായിട്ട് കലോത്സവങ്ങളിൽ വന്ന പുതിയൊരു ഐറ്റമാണ് മംഗലം കളി എന്ന് പറയുന്നത്. അത് ഇന്ന് എനിക്ക് കവർ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വളരെ ഒരു ഗോത്രകലയാണ് മംഗലം കളി എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലാണ്, കാസർഗോഡ് ജില്ലയിലെ മലയന്മാരും വേട്ടുവന്മാരും ഒക്കെ മാവിലന്മാരും വേട്ടുവന്മാരും ഒക്കെ അവരുടെ ഒരു പാരമ്പര്യ കലയാണ് ഈ മംഗലം കളി എന്ന് പറയുന്നത്. ഈ കല്യാണങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ കളിക്കുന്ന ഒരു കലയാണ്. അപ്പൊ അത് എനിക്കൊന്ന് കാണണം. അത് ഒരു കാസർഗോഡുകാരി ആയിരുന്നിട്ട് ഞാൻ അത് നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ അതെനിക്കൊന്ന് കാണണമെന്നുണ്ട്. കവർ ചെയ്ത് സുന്ദരമായ സ്റ്റോറികൾ പ്രേക്ഷകരിലേക്ക് തീർച്ചയായും അതാണ് ഞാൻ. നടരാജൻ എന്തെങ്കിലും ഫേവറേറ്റ് ആയിട്ട് ഉണ്ടോ? ഞാനൊരു ഇവന്റ് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലെങ്കിലും എനിക്കെന്നും എല്ലാ കാലത്തും കഥാപ്രസംഗവും പ്രസംഗവുമാണ് കലോത്സവ വേദികൾ എൻ്റെ ഇഷ്ട ഇനങ്ങൾ. കഥാപ്രസംഗത്തിൽ ഞാൻ പണ്ട് പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഥാപ്രസംഗത്തിൽ എന്ത് പുതിയ കാര്യങ്ങൾ വരും എന്നുള്ളതാണ്. നടരാജന്റെ ഉഷാറ് കണ്ടിട്ട് നടരാജ് ഒരു പഴയ കഥാപ്രസംഗ കലാകാരനായിരുന്നു. കലോത്സവ വേദികൾ ഉണ്ടായിരുന്നു. ഞാൻ കഥാരചനയ്ക്കും അതുപോലെ തന്നെ കഥാപ്രസംഗം, പ്രത്യേകിച്ച് പ്രസംഗത്തിനൊക്കെ തൽപരനായിരുന്നു. കഥാപ്രസംഗം ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ ജില്ലാ കലോത്സവത്തിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്നുള്ളൊരു കഥാപ്രസംഗം സ്കൂൾ കാലഘട്ടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വരി അല്ലെങ്കിൽ ഒരു കുറച്ച് ഭാഗം കാണിച്ച് തന്നാൽ അതൊരു വലിയ ഇതായിരിക്കും. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ പഴയ ഏതൊരു മാസികയിൽ എന്ന ചെറിയൊരു കഥയാണ്. അതിന് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ, സ്വാതന്ത്ര്യക്കൊടി പാറിക്കാൻ, പടക്കളത്തിൽ വീണു മരിച്ചു 100 കണക്കിനു ധീരന്മാർ. അതെ, 100 കണക്കിന് ധീരന്മാർ. ഇവരിൽ ഏറ്റവും ശക്തനും തന്റേടിയുമായ ഒരു ധീരപുരുഷന്റെ കഥയാണ് ഞാൻ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. കഥ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ഇതായിരുന്നു അതിന്റെ ഇൻട്രോ. അന്ന് പണ്ടത്തെ പുലിയായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു അതിന്റെ ഇൻട്രോ. ബാക്കി എന്റെ കഥകൾ ഓർമ്മയില്ല. അങ്ങനെ വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് ഈ നമ്മള് കലോത്സവങ്ങൾക്ക് വരുമ്പോഴാണ് പണ്ട് നമ്മൾ കലോത്സവങ്ങൾക്ക് പോയ ഒരു ഓർമ്മയും കാര്യങ്ങളും ഒക്കെ വരെ. ഞാനും ഇതുപോലെ തന്നെ നാടകങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ നാടകം ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ ഒരു ഫേവറേറ്റ് ഐറ്റം കൂടിയാണ്. പണ്ടത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു നാടകത്തിന് പറയുമ്പോൾ കുട്ടികൾ അതിന്റെ സെറ്റ് തയ്യാറാക്കൽ, ഡയലോഗ്, പ്രാക്ടീസ് കാലഘട്ടം മുതൽ നമുക്ക് ഓർമ്മയായിരിക്കും. അത് മാത്രമല്ല, ആ ഒരു നടക്കുന്ന ദിവസങ്ങളിൽ നാടകം അതിസൂക്ഷ്മമായ ഓരോ ശബ്ദങ്ങളും ചലനങ്ങളും ഒക്കെ തന്നെ വിലയിരുത്തപ്പെടും എന്നുള്ളതുകൊണ്ട് മൈക്കിന്റെ നാടകവേദികൾ എപ്പോഴും വരുന്ന ഒരു പരാതി മൈക്കിന്റെ ക്ലാരിറ്റി, അല്ലെങ്കിൽ വേദിയുടെ ഒരു സ്ട്രക്ചർ, ഇതൊക്കെ തന്നെ വിഷയം വരാറുണ്ട്. ഓക്കെ, നമുക്ക് പോയിന്റ് നില പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്നുള്ളതാണ്. കാരണം 210 പോയിന്റുമായി കണ്ണൂർ 1-ാം സ്ഥാനത്ത്, കണ്ണൂർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ അതുപോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. തൊട്ടു പിന്നാലെ 2-ാം സ്ഥാനത്ത് കോഴിക്കോടുണ്ട്. ആതിഥേയരായിട്ടുള്ള തൃശ്ശൂര് അതിന് തൊട്ടു പിന്നാലെയുണ്ട്. തൃശ്ശൂരാണ് 3-ാം സ്ഥാനത്ത്. അത്തരത്തിൽ ഇന്നലെ തന്നെ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. നമ്മോടൊപ്പം ലിഡിയ, എന്തായാലും പോരാട്ടം കണക്കട്ടെ, നമുക്ക് അതിലോട്ട് വരാം. നമ്മോടൊപ്പം നടനും കലാകാരനുമായ ശ്രീ നന്ദകിഷോർ ഉണ്ട്. നന്ദേട്ട, തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. ചാക്യാർ കൂത്ത് ഉൾപ്പെടെയുള്ള ഇവന്റിൽ പലപ്പോഴായി ടെലിവിഷനിൽ എല്ലാവരും സന്തോഷിപ്പിച്ച ആളാണല്ലോ താങ്കൾ. എങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ കലകളെ വിലയിരുത്തുന്നത്? എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? 64ാമത്തെ കലോത്സവമാണല്ലോ. ശരിക്കും 64 കലകളാണ്. അതായത് ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയാണ് ദേവി എന്നൊരു നാമുണ്ട്. ചതുഷ്ഷഷ്ടി കലാമയി 64 കലകളും ദേവിയിലാണ്. ദേവി എന്ന് പറഞ്ഞാൽ ശക്തി, ഈശ്വരൻ നേരത്തുള്ളൂ. അതിന് ജാതി മതമില്ല. അപ്പോൾ വളരെ എന്താ പറയുക, നമുക്ക് പ്രതീക്ഷ നൽകുന്ന കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുടെ കലാമയി ഇതുപോലെ ഇത്ര വലിയൊരു